പഹൽഗാം ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നതിനിടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ട്. ശ്രീനഗറിൽ വ്യാപകമായി റെയ്ഡ് തുടരുകയാണ്. മേഖലയിലേക്ക് പുതുതായി താമസത്തിനെത്തിയവരുടെ പട്ടിക NIA തയ്യാറാക്കുന്നുണ്ട്. അതേസമയം കുപ്വാര, ഉറി, അഖ്നൂർ മേഖലകളിൽ തുടർച്ചയായ 10ാം ദിവസവും വ്യാപകമായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ടെലിഫോണിൽ വിളിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. പ്രശാന്ത് ചേരുന്നു ഏറ്റവും കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഭീകരർക്കായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ. അക്കാര്യത്തിലൊരു വ്യക്തത ഇപ്പോഴും ഇനിയും വരാനുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ പലപ്പോഴായി സൂചിപ്പിച്ച പോലെ ഈ ബൈസൺ വാലിൽ നിന്ന് 45 കിലോമീറ്റർ അകലം മാത്രമാണ് ആർമിയുടെ പോസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്രമണം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായി തന്നെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ പിന്നീട് ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷമടക്കം എത്തുകയാണ് ചെയ്തതാണ്. ഏതായാലും രഹസ്യാന്വേഷണ വിഭാഗം ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ് പ്രധാനമായും ഇനി പുറത്തു വരേണ്ടതുള്ളത്. അതേസമയം തന്നെ എല്ലാ തരത്തിലും പാകിസ്ഥാനെ സമ്മർദ്ദരാക്കാനുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ഇറക്കുമതി അടക്കം നിരോധിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളും ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന മേഖലകളും എല്ലാം തന്നെ പാകിസ്ഥാൻ ഷിപ്പുകൾക്ക് നങ്കൂരമിടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു നീക്കം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് നദീജല, നേരത്തെ തന്നെ നമുക്കറിയാം സിന്ധു നദീജല കരാർ നിർത്തലാക്കുകയും ഒപ്പം തന്നെ മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലിഹർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈഡ്രോ പവർ, അതായത് വൈദ്യുതോൽപാദനത്തിന് കൂടുതലായി ഉപയോഗിക്കുന്ന ജലമാണിത്. പാകിസ്ഥാനെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് പാകിസ്ഥാൻ ഈ സിന്ധുനദീ കരാർ പ്രകാരം വെള്ളം ഉപയോഗിക്കുന്ന. ഒന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും മറ്റൊന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുമാണ്. ഇതിൽ ഇത്തരത്തിൽ ഹൈഡ്രോ പവർ പദ്ധതികൾക്കുള്ള വെള്ളമാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഈ പഞ്ചാബിലൂടെ, അതായത് പാക് അധീന പഞ്ചാബിലൂടെ പോകുന്ന ജലമാണ്. ആ ജലമാണ് ഇപ്പോൾ അതിന്റെ ഒഴുക്ക് കുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച വലിയ തിരിച്ചടി ഇത് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ ഒരു വശത്തുകൂടി മുന്നോട്ട് പോകുന്നു. മറുവശത്ത് എത്രയും പെട്ടെന്ന് ഈ ഭീകരരെ കണ്ടെത്തുക എന്നൊരു നീക്കം നടക്കുന്നു. അതിന്റെ ഭാഗമായി അനന്തനാഗിലും കുൽഗാമിലും ഒപ്പം തന്നെ മറ്റു പല മേഖലകളും ശ്രീനഗർ കേന്ദ്രീകരിച്ച് അന്വേഷണം അതിശക്തമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നു. ചില വിവരങ്ങൾ പുറത്ത് നേരത്തെ തന്നെ വന്നിരുന്നത് ശ്രീലങ്കയിലേക്ക് ഈ ആക്രമണം നടത്തിയ ഭീകരർ കടന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭണ്ഡാർനായക വിമാനത്താവളത്തിലടക്കം പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നത്. ഉറി അടക്കമുള്ള മേഖലകളിൽ ഇത്തരമൊരു നീക്കുന്നത് അതിശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ആർമി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു തരത്തിൽ സൈനികപരമായി ഒപ്പം തന്നെ സാമ്പത്തികപരമായി കൂടി പാകിസ്ഥാനെ വളരെ സമ്മർദ്ദത്തിലേക്കാക്കാനുള്ള നടപടികൾ കൂടി ഇതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഐശ്വര്യ.